ദേ അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് അഴീക്കലുള്ള പെന്റഗൺ ലൈറ്റ് ഹൗസ്. ഈ പടിയെല്ലാം കയറി മുകളിൽ ചെല്ലേണ്ടി വരുമല്ലോ എന്നാലോചിച്ചിട്ടാണ് കേട്ടോ ഞാൻ പലപ്പോഴും ഇവിടെ വരാൻ മടിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മൾ മുകളിലേക്ക് പോകുന്നത് ലിഫ്റ്റ് വഴിയാണെന്ന്. ഈ ലിഫ്റ്റിലൂടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വെളിയിലുള്ള കാഴ്ചകളെല്ലാം ദാ ഇങ്ങനെ കാണാമായിരുന്നു. താഴെ നിന്ന് കാണുന്ന അതേ കാഴ്ചകളല്ലേ ഈ മുകളിൽ കയറലും കാണുന്നത് എന്നുള്ളൊരു പുച്ഛമായിരുന്നു എനിക്ക്. പക്ഷെ അതല്ല, ഇവിടെ വന്ന് പാടെ അങ്ങ് മാറി മറിഞ്ഞു. അടുത്തു നിന്ന് കാണുന്നതിനേക്കാൾ എന്ത് ഭംഗിയാണെന്നറിയാമോ ഇത്ര മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച. കടലും കായലും അടുത്തുള്ള ഈ തീരപ്രദേശങ്ങളും എല്ലാം ദേ ഇവിടെ നിന്ന് വ്യക്തമായി കാണാം. കണ്ണെത്താത്ത ദൂരത്തിന് അപ്പുറത്തേക്കും വിശാലമായി കിടക്കുന്ന ഈ കടലും അതിനോട് ചേർന്നുള്ള ഈ കായലുമാണ് അഴീക്കൽ ബീച്ചിന്റെ പ്രത്യേകത. 130 അടിയോളം ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്ന് നോക്കിയാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പാലമായിട്ടുള്ള ബോസ്ട്രിംഗ് ആർച്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ സുന്ദരി പാത്തുവിനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ പരിചയപ്പെട്ടതാണ് കേട്ടോ. ഓങ്കാരിക്ക് ഇവളെ കണ്ടപ്പോൾ നല്ലതാണോ, അങ്ങനെ അവനങ്ങ് മാറിപ്പോയി. അപ്പോൾ താഴേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് കാത്ത് നിൽക്കുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. ഈ ഓങ്കാരി ചെരുപ്പ് പോലും ഇടാതെയുള്ള ഈ ഓട്ടം എന്തിനാണെന്നറിയാമോ? ദേണ്ട ഇവിടെ ഒരു ചെറിയ പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമായിരുന്നു. അവിടെ അവൻ്റെ കൂടെ ഈ സുന്ദരി പാത്തുണ്ട്. ഇതിങ്ങനെ വെയിലൊക്കെ കൊണ്ട് കുറേ നാളിങ്ങനെ കിടക്കുന്നത് കൊണ്ടായിരിക്കും കേട്ടോ. അത് കുട്ടികൾക്ക് നേരെ ഇങ്ങനെ താഴോട്ട് നിരങ്ങി വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദേഹം വേദന എടുക്കുമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷെ അവൻ കുറേ വട്ടം ഇങ്ങനെ കയറി ഇറങ്ങി അതിലിങ്ങനെ കളിക്കുമായിരുന്നു. മുകളിലോട്ട് കയറിപ്പോയപ്പോൾ തന്നെ ഓങ്കാരി ഇതൊക്കെ കണ്ടുവച്ചിട്ടാണ് പോയത് കേട്ടോ. അതാണ് ചാടി ഓടി വന്ന് ചാടി കയറിയത്. അപ്പം ഞങ്ങൾ പറഞ്ഞു തിരിച്ചു വന്നിട്ട് കയറാന്ന് പറഞ്ഞാണ് അവനെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് കണ്ട് ഇതിനകത്തൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ അച്ഛനൊന്ന് സഹായിച്ചു. പിന്നെ ഈ തേനീച്ചയ്ക്കകത്താണ് കയറിയത് കേട്ടോ. ആദ്യം കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നെങ്കിലും പിന്നെ ആ ഒരു പാർക്ക് നിറച്ചും പിള്ളേരായി. അങ്ങനെ ഇങ്ങനെ കുട്ടികളൊക്കെ കൂടി വന്നപ്പോൾ പിള്ളേർക്ക് ആവേശമായി കേട്ടോ. ഒന്നിന്നിറങ്ങി ഒന്നിലോട്ട് എല്ലാവരും കൂടെ ഉള്ള ഒരു ഓട്ടമായിരുന്നു. പിന്നെ ഈ പോയി കയറിയ സാധനത്തിലൊക്കെ ഒന്നുകൂടി കയറിയിട്ട് അമ്മയെ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഇതിനകത്തെല്ലാം കയറിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓങ്കാരി 2-3 വട്ടം കൂടി ഈ സ്ലൈഡ്സിലൊക്കെ കയറി. അപ്പോൾ ഇനി ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.